കേരളത്തിലെ ഒരു പഴയ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ഇരുണ്ട രഹസ്യം ഒളിഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു വഴിയുണ്ട്. ആ വഴി ശാപമുള്ളതാണെന്ന് ആളുകൾ പറയുന്നു. രാത്രിയായാൽ ആരും അവിടെ പോകാറില്ല. ഭയമാണ് അവരുടെ മനസ്സിൽ. കുട്ടിക്കാലം മുതൽ കേട്ട കഥ, ആ വഴിയിൽ ഒരു രക്ഷയുണ്ടത്രേ. സുന്ദരിയായ ഒരു സ്ത്രീയായി അവൾ വരും. പക്ഷെ അത് അവളുടെ യഥാർത്ഥ രൂപമല്ല. അവളുടെ ചിരി ആളുകളെ വശീകരിക്കും. അത് കേട്ടവർ തിരികെ വന്നിട്ടില്ല. സഹായം ചോദിക്കുന്ന പോലെ അവൾ വിളിക്കും. പക്ഷേ അതൊരു കുടുക്കാണ്. അവളുടെ കാലുകൾ സാധാരണ പോലെയല്ല, പിന്നോട്ട് തിരിഞ്ഞിരിക്കും. മുടി വിടർത്തി അവൾ നടക്കും. മുഖം എപ്പോഴും മറഞ്ഞിരിക്കും. 12-ന് ശേഷം അവൾ വരും. അത് അവളുടെ സമയം. ഒരു ദിവസം അരുൺ എന്ന യുവാവ് ഗ്രാമത്തിലെത്തി. നഗരത്തിൽ നിന്നെത്തിയവന് ഇത്തരം കഥകളിലൊന്നും വിശ്വാസമില്ല. മുതിർന്നവർ അവനെ മുന്നറിയിപ്പ് നൽകി ആ വഴിയിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. പക്ഷെ അവൻ കേട്ടില്ല. അത് വെറും കഥയാണെന്ന് കരുതി. രാത്രിയായപ്പോൾ അവൻ ആ വഴിയിലേക്ക് നടന്നു. ചുറ്റും പൂർണ്ണ നിശബ്ദം. കാറ്റുപോലുമില്ല. അവന്റെ കാൽച്ചുവടുകൾ മാത്രം ആ വഴിയിൽ കേട്ടു. പെട്ടെന്ന് ഇലകൾ കുലുങ്ങി. അവൻ ചുറ്റും നോക്കി. ഒരു ചിരി പോലുള്ള ശബ്ദം ദൂരത്തു നിന്ന് കേട്ടു. അവൻ തിരിഞ്ഞു നോക്കി. പക്ഷെ ഒരാളുമില്ല. പക്ഷെ ആരോ നോക്കുന്നത് പോലെ അവന് തോന്നി. അവൻ മുന്നോട്ട് നടന്നു. ഭയം പതുക്കെ പതുക്കെ വളർന്നു. പെട്ടെന്ന് അവൻ നിന്നു. അവനെന്തോ ശ്രദ്ധിച്ചു. വെളുത്ത സാരിയിൽ ഒരു സ്ത്രീ വഴിയുടെ നടുവിൽ നിന്നു. മുഖം മുടിയാൽ മറഞ്ഞിരുന്നു. അവൾ മന്ദമായി ചിരിച്ചു. അവൾ അവനെ വിളിച്ചു. സഹായം ചോദിച്ചു. അരുൺ അടുത്തേക്ക് നടന്നു. അവന് സംശയം തോന്നി. അവളുടെ ശബ്ദം വിചിത്രമായിരുന്നു. മനുഷ്യരുടേതുപോലെയല്ല. അവൻ അവളുടെ കാലുകൾ നോക്കി. അവൻ വിറച്ചുപോയി. അവളുടെ കാലുകൾ പിന്നോട്ട് തിരിഞ്ഞിരുന്നു. അവൻ പിന്നോട്ട് പോയി. ഭയത്തിൽ വിറച്ചു. അവൾ തലയുയർത്തി. മുഖം പതുക്കെ തെളിഞ്ഞു. കണ്ണുകൾ ചുവന്നിരുന്നു. അവൾ ചിരിച്ചു. എവിടേക്കാണ് പോകുന്നത്? അവൾ ചോദിച്ചു. അവൻ ഓടാൻ ശ്രമിച്ചു. പക്ഷെ ശരീരം ചലിച്ചില്ല. അവൾ അടുത്തേക്ക് വന്നു. മന്ദമായി നടന്നു. അവളുടെ ചിരി ഉയർന്നു. ആ വഴിയിൽ മുഴങ്ങി. അടുത്ത നിമിഷം എല്ലാം നിശബ്ദമായി. അവിടെ ആരുമില്ലായിരുന്നു. അരുൺ അപ്രത്യക്ഷനായി. പിറ്റേന്ന് ഗ്രാമം ഞെട്ടി. ഇപ്പോൾ കത്തനാർ വരുന്നു. ഓ കടവുളേ,